ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ട് ഓരോ പെണ്ണുങ്ങളെ കൊണ്ട് ഡൊയറ്റ് ചെയ്യാണ്. അതായത് ഓൻ്റെ അക്കൗണ്ടിൽ ഓൺ ഡൊയറ്റ് ചെയ്യണ കണ്ടത്. ഇതിന്റെ മ്യൂസിക്കൊക്കെ നമ്മൾ എന്ത് ചെയ്തേക്കണം, കാരണം ഒരു വീഡിയോ തുറന്നാൽ അറിയാം. സ്ത്രീകളെ പ്രദർശിപ്പിക്കുന്നു, സ്ത്രീകളെ കൂട്ടിക്കൊടുക്കുന്നു, സ്ത്രീകളെ വിറ്റ് ക്യാഷ് ആക്കുന്നു. സ്ത്രീകളെ വിറ്റ് ക്യാഷ് ആക്കിന്റെ കാര്യം ഞാനിവിടെ പറയുന്നില്ല. തലശ്ശേരി കണ്ണൂർ കൂത്തുപറമ്പ് അന്വേഷിച്ചാൽ അറിയാം. ബേബി തിയേറ്ററിന്റെ ബാക്കിലുള്ള അഭയ ലോഡ്ജിൽ നിന്ന് ഇവന്റെ ഭാര്യയെ പിടിച്ച ചരിത്രം ഞാനിവിടെ പറയുന്നില്ല, കാരണം മോശമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം ഇതിന്റെ കൂടെ പറയണ്ട കേട്ടോ. ഇപ്പൊ ഞാൻ ഈ ചെങ്ങായിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. വേറെ ഓൻ ഭാര്യയെ കാണിക്കുന്നു. ഇവന്റെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവന്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ കാണാം, ഒരുവിധം സകല പെണ്ണുങ്ങളെ ഫോട്ടോ ആയിരിക്കും എന്ത് ഇവന്റെ DP. ഇവൻ ഇത് ഫുൾ ഓന്റെ ഫാമിലിയാ. എനിക്കിത് എങ്ങനെ കിട്ടിയത്? ഈ തലക്ക് നിൽക്കുവാനുണ്ടല്ലോ, ഈ തലക്ക് നിൽക്കുന്ന നീലക്കുപ്പായം ഓനാണത്. അതിലുണ്ടോ അവന്റെ പെണ്ണുങ്ങളും അഭയാലോടത്തിൽ നിന്ന് കുടിച്ചോളും ഒക്കെ ഉണ്ടായില്ലേ. പിന്നെ ബാത്റൂമിൽ ഫ്ലഷ് അമർത്താൻ പോകുന്നവളൊക്കെ ഉണ്ടായില്ലേ, എല്ലാവരും ഉണ്ടായില്ലേ. അപ്പൊ ഇവളെ ശ്രദ്ധിക്കുക. ഇവനെ പോലെയുള്ള ആളുകൾ കല്യാണത്തിനൊക്കെ വിളിക്കുമ്പോൾ നല്ലോണം ആലോചിച്ചിട്ട് വേണം എന്ത് ചെയ്യാന്. ഹായ് ഹലോ ചങ്ങായിമാരെ, യൂട്യൂബിൽ പല ചാനലുകളുണ്ട്. പല ചാനലിൽ പലതരം വീഡിയോസാണ് വരുന്നത്. ചില വീഡിയോസ് ചില ചാനലുകൾ കാണുമ്പോൾ റിയാക്ട് ചെയ്യാൻ മനസ്സിൽ വല്ലാതെ തോന്നാറുണ്ട്. അങ്ങനെ എനിക്ക് തോന്നിയേക്കുന്ന ഒരു ചാനലാണ് ഈ നസീർ വാരം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചാനൽ, അദ്ദേഹത്തിന്റെ വീഡിയോസ്. അദ്ദേഹം മതത്തെ മുൻനിർത്തിയിട്ട് ഇസ്ലാം മതത്തിന് ഒരു പ്രത്യേകത, ഇസ്ലാം മതത്തിലുള്ളവർക്കൊക്കെ ഈ മതവികാരം കുറച്ച് കൂടുതലുള്ള ടീമാണ്. ആ മതത്തിലുള്ളവർ എന്തെങ്കിലും ആ മതത്തിന് എതിരെ അല്ലെങ്കിൽ ആ മതത്തിൽപ്പെട്ടതിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസത്തിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതാരെങ്കിലും ചൂണ്ടിക്കാണിച്ച് അതിലെ മതത്തെ കൂട്ടുപിടിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഈ സംസാരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ ഈ മതത്തിലുള്ളവരൊക്കെ ചെല്ലും. അതാണ് ഈ പറയുന്ന നസീർ വാരം എന്ന് പറഞ്ഞ വ്യക്തി മുതലെടുക്കുന്നത്. അത് മുതലെടുത്തിട്ട് പണം ഉണ്ടാക്കുന്നു. സത്യം പറഞ്ഞാൽ ഇയാൾ പറയുന്ന എനിക്ക് കിട്ടുന്ന പണമൊക്കെ ഞാൻ ചാരിറ്റി ചെയ്യണം, മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നിട്ട് മറ്റുള്ളവന്റെ രക്തവും ഇതുമൊക്കെ വലിച്ചു വാരി തിന്ന് കഴിഞ്ഞിട്ട് ആ കിട്ടുന്ന പണം എടുത്തിട്ട് എത്ര ചാരിറ്റി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇത് പണ്ടാരോ പറഞ്ഞ പോലെ കൊന്ന പാപം തിന്നാ തീരുന്നതാണ്. നിങ്ങൾ കൊന്നിട്ട് അത് തിന്നുകയാണെങ്കിൽ അതിന്റെ പാപം തീരുമൊന്നുമില്ല. ആ പാപം മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക, അതേ നസീർ വാരത്തിനോട് പറയാനുള്ളൂ. എന്നിരുന്നാൽ പോലും ഇദ്ദേഹത്തിന് ഈ തീറ്റ, ഈ മറ്റുള്ളവന്റെ ഇറച്ചി തീറ്റ കുറച്ച് കൂടിക്കഴിഞ്ഞപ്പോൾ ചിലർ അതിനെ എതിർത്ത് തുടങ്ങി, അല്ലെങ്കിൽ ഇയാൾക്കെതിരെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തു തുടങ്ങി. ഇയാൾ കണ്ടവന്റെ വാപ്പാക്കും ഉമ്മാക്കൊക്കെ വിളിക്കാം, അല്ലെങ്കിൽ കണ്ടവന്റെ ഭാര്യനെ ഉമ്മാനൊക്കെ വളരെ മോശമായിട്ട് തന്നെ തന്റെ ചാനലിൽ കൂടി ചിത്രീകരിക്കാം. അത് മതത്തെ വിശ്വസിക്കുന്നവരെ മുന്നിലേക്ക് തന്റെ മതവികാരം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതുവഴി ഇവർക്ക് ഇവരുടെ ചാനലിൽ ആരാണ് ഈ ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്ന ഈ മുസ്ലിം മതത്തിൽപ്പെട്ടവരോ അവരോടൊക്കെ ചാനലിൽ വന്നിട്ട് ഈ പറയുന്ന മതവികാരം കൊണ്ടിട്ട് പലരും മോശമായ കമന്റുകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഇയാളുടെ ചൊറച്ചിൽ കുറച്ച് കൂടിക്കഴിഞ്ഞപ്പോൾ ചിലർ ഇയാൾക്കെതിരെ റിയാക്ഷൻ ചെയ്തു തുടങ്ങി. ആ റിയാക്ഷൻ ഇയാൾക്ക് നല്ല രീതിയിൽ അങ്ങ് ചൊറിഞ്ഞ് പൊട്ടിയിട്ടുണ്ട്. മറ്റുള്ളവൻ്റെ വാപ്പാക്കും മറ്റുള്ളവൻ്റെ ഉമ്മാക്കും മറ്റുള്ളവൻ്റെ പെങ്ങൾക്കും മറ്റുള്ളവൻ്റെ ഉമ്മമാർക്കും ഒക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണമായിരുന്നു, നിങ്ങൾക്കും ഉണ്ട് ഒരു ഉമ്മ, നിങ്ങൾക്കും ഉണ്ട് ഒരു ഭാര്യ. അവർ നിങ്ങളുടെ ഭാര്യനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചൊറിഞ്ഞ് എത്രത്തോളം വേദനിച്ചു എന്നത് നിങ്ങളുടെ റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ആ റിയാക്ഷൻ വീഡിയോക്ക് മറുപടി കൊടുക്കുന്നത് കേട്ടപ്പോൾ മനസ്സിലായി. ഇത് തന്നെയാണ് മറ്റുള്ളവർക്കും ഉണ്ടാകുന്നത്. എന്നിരുന്നാൽ പോലും ഈ പറയുന്ന നസീർ വാരത്തിന് എതിരെ വന്ന റിയാക്ഷൻ വീഡിയോക്കുള്ള മറുപടി നസീർ വാരം കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. കണ്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നിരുന്നാൽ പോലും ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് കണ്ടു നോക്കാം. പക്ഷേ ഇന്നലെ അൻഷിഫ് മൂഞ്ചിക്കൽ ചൂണ്ടിക്കാണിച്ചത്, ഒന്ന് എൻ്റെ പഴയകാല വീഡിയോ എടുത്തുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ റീൽസ് ഇടലുണ്ടായിരുന്നു. ആദ്യമൊക്കെ പഴയകാല വീഡിയോ ആണ്. ആ വീഡിയോ എടുത്തുകൊണ്ട് വന്ന് ഇതായിരുന്നു നസീർ, സത്യമാണ്, ഇതായിരുന്നു നസീർ. അത് നസീർ വാരം എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പിന്നെ ID പോയി നോക്കിക്കഴിഞ്ഞാൽ, നസീർ വാരം എന്നുള്ള ID പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാം. ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ കബളിപ്പിക്കണം, അല്ലെങ്കിൽ ഇതിലൂടെ റീച്ച് ഉണ്ടാക്കി കാശ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കബളിപ്പിച്ച് നല്ല പിള്ള ജവന് തങ്ങളാകണം, അല്ലെങ്കിൽ വലിയൊരു മുലാറാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് അന്നേ ഡിലീറ്റ് ചെയ്യാം, അല്ലേ? ഇന്നും ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടില്ല. നസീർ വാരം എന്നുള്ള അക്കൗണ്ടിൽ അത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ സങ്കടമുണ്ട് അത് കണ്ടപ്പോൾ. കാരണം പിന്നെ എന്താ പറയുക, നമുക്ക് അനുയോജിക്കാതൊരു സംഭവമാണ്. അത് കണ്ടപ്പോൾ സങ്കടമുണ്ട്. ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണെന്ന് അറിയാം. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയുള്ള വീഡിയോ ചെയ്യലില്ല. റിയാക്ഷൻ വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. റിയാക്ഷൻ എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് ഒരാളെ അപമാനിക്കാനോ താഴ്ത്തിക്കെട്ടാനോ പുച്ഛിക്കാനോ അല്ല. അതായത് വളരെ വൾഗറായി ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞുകൊണ്ട് മോശമായ ഒരു കണ്ടന്റും കൂടാതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ, ഭാര്യ പെങ്ങന്മാരൊക്കെ എന്താ പറയുക, സമൂഹത്തിന് പരസ്യമാക്കിക്കൊണ്ട്, അല്ലേ, പൊതു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഒക്കെ, ഇതിലേക്ക് കൊണ്ടുവന്ന് കാഴ്ച വസ്തുവാക്കി എന്താ പറയുക, കണ്ടന്റോ കാര്യമൊന്നുമില്ലാതെ അവർ പമ്പേഴ്സ് ഇട്ട് കൊടുക്കുന്നതും കുട്ടികൾ അപ്പി കഴുകുന്നതും പിന്നെ അതോടൊപ്പം എന്താ പറയുക ഭക്ഷണം വെക്കുന്നു പിടിക്കുന്ന ലൈറ്റ് എന്തെല്ലാം ഒരു കാട്ടിക്കൂട്ടൽ കോപ്രായങ്ങൾ, അതിലൂടെ ജീവിക്കുന്ന ഒരു പറ്റമായന്തുകൾ, അവർക്കെതിരെയാണ് ഞാൻ ശക്തമായി പ്രതികരിക്കുന്നത്. അത് ഒരുവിധാക്കൽ എൻ്റെ ചാനൽ അറിയുന്നതൊക്കെ അറിയാം. അപ്പോൾ അത് ഓക്കെ, അവനെ ഇൻസ്റ്റഗ്രാമിൽ എടുത്തുകൊണ്ട് വന്നു, സത്യമാണ്, അത് റിയാക്ട് ചെയ്തു, പ്രശ്നമില്ല, കുഴപ്പമില്ല, നമുക്ക് അത് ഉൾക്കൊള്ളാം. ഇതിപ്പോൾ അൻഷിഫ് മൂജിക്കൽ എന്ന് പറഞ്ഞാൽ, അൻഷിഫ് എന്ന് പറഞ്ഞ ചങ്ങായി അദ്ദേഹത്തിനെതിരെ വന്ന റിയാക്ഷൻ വീഡിയോസ് അല്ലെങ്കിൽ ഇയാളുടെ ഈ തോന്നിവാസം വിളിച്ച് പറയുന്നത് കണ്ടപ്പോൾ അതിൽ നിന്നുള്ള വികാരം കൊണ്ട് ഈ അൻഷിഫ് എന്ന് പറഞ്ഞ ചങ്ങായി ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഇയാൾക്കെതിരെയുള്ള റിയാക്ഷൻ വീഡിയോസ്.
അതിനെതിരെയാണ് ഇപ്പോൾ ഇയാൾ സംസാരിച്ചിട്ടുണ്ടായി. ഇയാൾ പണ്ടൊക്കെ ഈ റീൽസും കാര്യങ്ങളൊക്കെ തോന്നിയ പോലെ കാണിച്ചിട്ട് മുസ്ലിം മതത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ആണുങ്ങൾ അവർത്ത് എന്ന് പറയുന്നത് പൊക്കിളിനും ഈ മുട്ടിനും ഇടയിലാണ്, അതിൻ്റെ താഴോട്ട്. അതുപോലും മറക്കാത്ത രീതിയിലുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഇയാളുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് അൻഷിഫ് എന്ത് ചെയ്തു, തൻ്റെ ചാനലിൽ റിയാക്ഷൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി. അതാണ് ഇയാൾ പറയുന്നത്, ഞാൻ പണ്ട് പല രീതിയിലും കാണിച്ചിരുന്നു, ഇന്ന് ഞാൻ മൊയിലിയാരാണ്, ഇന്ന് ഞാനിതൊന്നും കാണിക്കില്ല. എങ്ങനെ കാണിക്കും? ഇയാൾ ഇന്ന് നാട്ടുകാരെ കുറ്റം പറയുന്നു, നാട്ടുകാരെ പച്ചർച്ചി തിന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇയാളുടെ ഇറച്ചി കാണിക്കുന്ന വീഡിയോസ് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റിയാക്ഷൻ ആയിട്ട് ഇയാൾക്കെതിരെ സംസാരിക്കും. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ ഇയാൾ പരമാവധി സൂക്ഷിക്കും. അതുകൊണ്ട് ഇയാളിപ്പോൾ ചെയ്യുന്നില്ല. ചെയ്യാൻ ആഗ്രഹമില്ലാണ്ടല്ല, ചെയ്ത് കഴിഞ്ഞാൽ തനിക്ക് റിയാക്ഷൻ വീഡിയോസൊക്കെ വരുമല്ലോ, താൻ മറ്റുള്ളവരെ പച്ചർച്ചി തിന്നിട്ട് കാശുണ്ടാക്കിയാണ്. അപ്പോൾ തൻ അങ്ങോട്ട് ഒരു വളവിട്ട് കൊടുക്കണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് ഇയാൾ ഒതുങ്ങിയിരിക്കണാണ്. അല്ലാതെ ഇയാൾ ചെയ്യാണ്ടൊന്നല്ല. ഇയാൾ കണ്ട പല സെലിബ്രിറ്റിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും റീൽസിലൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ വ്യൂസൊക്കെ ഉള്ള പല ചേച്ചിമാരൊക്കെ ഡ്യൂറ്റ് ചെയ്ത വീഡിയോസൊക്കെ ഈ പറഞ്ഞ അൻഷിഫ് എടുത്തിട്ട് ചാനലിൽ റിയാക്ട് ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾ അത് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഒന്നും ചെയ്യാത്തത്. പിന്നെ പറയുന്നത് ഈ സ്ത്രീകളെ കുറിച്ചാണ്. ഈ പറയുന്ന വ്യക്തികൾ മുസ്ലിം മതത്തിലുള്ളവരെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. പല നാനാജാതിയിലുള്ളവരൊക്കെ ഈ പറയുന്ന ഫാമിലി വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഇയാളെടുത്ത് പറയുന്നതും ഇയാളെടുത്ത് കാണിക്കുന്നതും മുസ്ലിം മതത്തിലുള്ളവരായതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. ഈ പറയുന്ന ഫാമിലിയിൽ ഭർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന ഭാര്യ ആയാലും ഉമ്മയായാലും ഒക്കെ അവർ നല്ല രീതിയിൽ തന്നെ അവർക്ക് മതം പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇട്ടിട്ട് ഒരു തരത്തിലുള്ള ബൾഗറാവാത്ത രീതിയിൽ അവരിരുന്ന് സംസാരിക്കുന്നു, അവരുടെ ലൈഫ് അവർ കാണിക്കുന്നു. അതിനെന്താണ് തെറ്റ്? അവരവരെ കുട്ടിയുടെ ചന്തി കഴിക്കാലോ, കുട്ടിയുടെ തീട്ടം വാരിയാലോ, കുട്ടികളെ തീറ്റ കൊടുത്താലോ, വീട്ടിലെ ജോലികൾ ചെയ്താലോ അത് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ, അവരുടെ ജോലി അതൊക്കെയാണ് ചെയ്യുന്നത്. താൻ കൊണ്ട് അവർക്ക് തിന്നാൻ കൊടുക്കുന്നില്ല, താൻ കൊണ്ട് അവരെ കുടുംബം നോക്കുന്നില്ല, താൻ അവർക്ക് ഒന്നും ചെയ്യുന്നില്ല. അവരധ്വാനിച്ച് അവർ ജീവിക്കുന്നു, അവർ വീഡിയോ ചെയ്ത് അവർ പണം മേടിക്കുന്നു, അവർ സൂക്ഷിച്ച് ജീവിക്കുന്നു. അതിന് തനിക്ക് എവിടെയും ചൊറിച്ചിൽ എന്നാണ് എനിക്കറിയാത്തത്. പിന്നെ ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോസിൽ 2 വിഷയങ്ങൾ എടുത്തിട്ടാണ് ഇയാൾ പിന്നീട് സംസാരിക്കുന്നത്. അതിൽ ഏതാനും 2 വിഷയങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഒന്ന് ഇയാളുടെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ചൊറിഞ്ഞതാണ് ഒരു വിഷയം, മറ്റൊന്ന് ഇയാൾ കിട്ടുന്ന പണം ചാരിറ്റി എന്താണെന്ന് നമുക്ക് കേട്ട് നോക്കാം. പ്രശ്നമില്ല, കുഴപ്പമില്ല, നമുക്ക് അത് ഉൾക്കൊള്ളാം. അതല്ലാതെ എന്താ പറയുക, ഞാൻ കുടിച്ച് നടക്കുന്ന ആളാണ്, കുടിയനാണ്, അതോടൊപ്പം പിന്നെ ഞാൻ വളരെ മോശമായിട്ടുള്ള പ്രവണതയുള്ള ആളാണ്, പിന്നെ എന്തെന്നാന്ന് ഇത് പിന്നെ നരമ്പിനടി കിട്ടിയ ആളാണെന്ന്. അതായത് മോനെ, ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഈ വയസ്സ് വരെ ഞാൻ ജീവിക്കുന്നത് ഒരേ നാട്ടിലാണ്, ഒരേ വീട്ടിലാണ്. അതുപോലെ തന്നെ കല്യാണം കഴിച്ചിട്ട് നീ എൻ്റെ ഭാര്യനെ കുറിച്ച് പറഞ്ഞു അൻഷിഫ് മൂഞ്ചിക്കൽ, മറ്റുള്ള റിയാക്ഷനോടൊക്കെ നമുക്ക് അനുകൂലിക്കാം. പക്ഷേ ഒരു സത്യവുമില്ലാത്ത അല്ലെങ്കിൽ എന്താ പറയുക അത്രയും സ്വാലിഹത്തായ 5 വക്ത് കലാതെ നിസ്കരിക്കുന്ന, അത് മനസ്സിലാക്കണേ, 5 വക്ത് കലാതെ നിസ്കരിക്കുന്ന ഒരു കുടുംബത്തെയാണ് നീ പറഞ്ഞത്. അല്ലെങ്കിൽ ഇസ്ലാമിക ചട്ടക്കൂട്ടിനുള്ളിൽ ജീവിക്കുന്ന ഒരു പാവം പെണ്ണിനെ കുറിച്ചിട്ടാണ് നീ പറഞ്ഞത് അൻഷിഫെ. അതും നീ നോർമലായിട്ടല്ല പറഞ്ഞത്, ലോഡ്ജിൽ നിന്ന് പിടിക്കപ്പെട്ടു എന്നാ പറഞ്ഞത്. അതിന് എനിക്ക് തെളിവുണ്ടാവും, തെളിവുണ്ടാകണം എൻ്റെ അടുത്ത്, തെളിവ് നിൻ്റെ അടുത്ത് ഉണ്ടാകണം. നീ തെളിവുണ്ട് എന്നാ പറഞ്ഞേ. അതുപോലെ തന്നെ എൻ്റെ ഉമ്മാനെ കൊണ്ട് നീ പറഞ്ഞു, എൻ്റെ പെറ്റ ഉമ്മാനെ കൊണ്ട് നീ പറഞ്ഞു. ഇത് റിയാക്ഷൻ വീഡിയോ അല്ല, ഇതിന് റിയാക്ഷൻ വീഡിയോ എന്നല്ല പറയുക, റീച്ച് ഇല്ലാത്തതിൻ്റെ പേരിൽ. അതായത് ഞാൻ റിയാക്ട് ചെയ്ത് പൊതുസമൂഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും, അതായത് ഇതൊന്നും നിങ്ങൾ കണ്ട് പ്രോത്സാഹിപ്പിക്കരുത്, ഇത് കേരളത്തിൻ്റെ സംസ്കാരമല്ല, കേരളത്തിൻ്റെ സംസ്കാര ശൂന്യമാണിത്, ഇത് നമ്മുടെ സമുദായത്തിൽ നിഷിദ്ധമാണ്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പബ്ലിക്കിനെ ഞാൻ എന്താ പറയുക ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷം പബ്ലിക് ഇത് കാണൽ നിർത്തി, അല്ലേ? പൊതുസമൂഹം ഇത് മനസ്സിലാക്കുകയും, അതായത് എൻ്റെ വിഷയം എന്നെയല്ല, എൻ്റെ വിഷയം എന്നെ വ്യക്തിപരമായിട്ട് ആർക്കും അറിയില്ല. ഈ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നതല്ലാതെ നസീർ വാരെന്ന് അത്രേ അറിയുള്ളൂ. ഞാൻ ആരാണെന്ന് ആർക്കും അറിയില്ല, അറിയേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്ന വിഷയത്തെ സപ്പോർട്ട് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി തരാൻ പറ്റില്ല. എൻ്റെ വീഡിയോയിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക പറഞ്ഞിട്ട് എന്താ പറയുക മില്യൺ വ്യൂസ് ആക്കാൻ, മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഏതായാലും പ്രവർത്തിക്കുന്നു, നല്ല കണ്ടന്റാണ്, സമൂഹത്തിന് സമുദായത്തിന് ഉപകാരപ്പെടുന്ന വിഷയമാണ്, അത് ഞാൻ മോണിറ്റൈസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിൽ കിട്ടുന്ന വരുമാനം കുറച്ച് പൈസ കിട്ടും. ഈ പൈസ കിട്ടുന്നത് എൻ്റേതായ രീതിയിൽ ഞാൻ ചാരിറ്റി ചെയ്യുന്നുണ്ട്. അതിന് മാത്രമുള്ള പൈസ ഒന്നും കിട്ടൂല, ഒരു 20 ഉറുപ്പ്യ കിട്ടും. ഈ 20 ഉറുപ്പ്യ ഞാൻ ചാരിറ്റിയാണ് ചെയ്തത്. എനിക്ക് ഇതിൽ നിന്ന് കിട്ടി ജീവിക്കേണ്ട ആവശ്യമില്ല. ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിന് മുമ്പേ എന്നാൽ കഴിയുന്ന സദക്കകൾ ചാരിറ്റി ചെയ്യുന്ന ആളാണ് ഞാൻ. ചാരിറ്റി അല്ല, സ്വതക്കകൾ, എൻ്റെ കാഴ്ചപ്പാടിൽ സ്വതക്ക ചെയ്യുന്ന ആളാണ്, പരസ്പരം സഹായിക്കുന്ന ആളാണ്. കാശ് കിട്ടുന്നതിന് മുമ്പേ, ഈ യൂട്യൂബ് വരുമാനം കിട്ടുന്നതിന് മുമ്പ്. യൂട്യൂബ് ഇപ്പം അല്ലേ വരുമാനം 2 മാസമായിട്ടാണ് ഈ പൈസ വന്നത്. അത് ഞാൻ എൻ്റെതായ മാർഗ്ഗത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഈ കണ്ട എന്താ പറയുക ലോകത്ത് മുഴുവൻ ആൾക്കാർ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്, മുസ്ലിം വിശ്വാസികളും യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചൂണ്ടിക്കാണിച്ച വിഷയം ഇത് വരുന്ന തലമുറക്ക് അനുയോജ്യമല്ല, നമ്മുടെ സമുദായത്തിന് അനുയോജ്യമല്ല. അതായത് ഒരു കണ്ടന്റും കൂടാതെ പെണ്ണുങ്ങളെല്ലാം കൂട്ടി ഇറങ്ങിയിട്ട് വൾഗറായിട്ട് വീഡിയോ ചെയ്യാം.
അതിൻ്റെ പേരിലാണ് ഞാൻ റിയാക്ട് ചെയ്തത് എന്ന് ഉൾക്കൊള്ളുക. ഒന്ന് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഈ പറയുന്ന ഭർത്താക്കന്മാരുടെ കൂടെ ഇരുന്ന് വീഡിയോസ് ചെയ്യുന്ന ലേഡീസ്, ഭാര്യമാരും ഉമ്മമാരൊക്കെ അവരെന്ത് വൾഗറാലിറ്റിയാണ് കാണിച്ചതായിട്ടാണ് നസീർ വാരം എന്ന് പറയുന്ന താങ്കൾ കണ്ടിട്ടുള്ളതെന്നാണ് എനിക്കറിയാത്ത സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ് അത്രത്തോളം സ്കാൻ ചെയ്തിട്ട് ചുഴിഞ്ഞു നോക്കിയിട്ടുണ്ടാണ്, മനസ്സിലായല്ലേ? അവരിട്ടുന്ന വസ്ത്രങ്ങൾ നോക്കിയിട്ട് അത് ചുഴിഞ്ഞിട്ട് അതിൽ നിന്നിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ വൾഗറാലിറ്റി ആണെങ്കിലും സെക്സി ലുക്കൊക്കെ ആണെങ്കിലും അതൊക്കെ താങ്കൾ അത്രത്തോളം ഡീപ്പായിട്ട് അത്രത്തോളം മോശമായിട്ട് മെൻറ്റാലിറ്റിയിൽ നോക്കി കണ്ടതുകൊണ്ട് ചിലപ്പോൾ താങ്കൾക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും. അല്ലാതെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ മതത്തിൽ വിശ്വസിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയൊന്നും തോന്നൂല. കാരണം അന്യ സ്ത്രീകളെ ഒരു വട്ടം നോക്കി മറ്റൊരു വട്ടം നോക്കുന്നത് പോലും വിഭജിക്കുന്നത് തുല്യമാണെന്ന് പഠിച്ചിട്ടുള്ളവരാണ് ഈ മുസ്ലിംസ് എന്ന് താങ്കൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ താങ്കൾ പറയുന്ന, അല്ലെങ്കിൽ താങ്കൾ ഈ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ആ മതത്തിൽ ആ വ്യക്തിത്വങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചിന്തയുണ്ടെങ്കിൽ, അങ്ങനെയാണല്ലോ നമ്മൾ മതത്തിൽ പറഞ്ഞു ചോദിക്കുന്നത്. ഒരു സ്ത്രീ ഒരു വട്ടം നോക്കി മറ്റൊരു വട്ടം നോക്കുന്നത്, അന്യ സ്ത്രീകളെ നോക്കുന്നത് വിഭജിക്കുന്നത് തുല്യമാണെന്നാണ് മതത്തിൽ പറയുന്നത്. അത് ഏത് രീതിയിലാണെന്നുള്ള നോട്ടം കൂടി പറയുന്നുണ്ട്. അത് ഞാനിവിടെ പറയുന്നില്ല, അത് എനിക്ക് അത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം അങ്ങനെ നോക്കുന്നത് തെറ്റാണ് എന്ന് പഠിച്ചവർ ഒരിക്കലും ഇങ്ങനെ ഒരു ഫാമിലി വ്ലോഗൊക്കെ ചെയ്യുന്ന ഒരു ഭർത്താവിൻ്റെ അടുത്തിരിക്കുന്ന ഭാര്യയെ ഒരിക്കലും ഒരാൾ മോശമായ കണ്ണുകൾ കൊണ്ട് നോക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ താങ്കൾ നോക്കുന്നതിന് അല്ലെങ്കിൽ താങ്കൾ അങ്ങനെ നോക്കി കാണുന്നത് മറ്റുള്ളവർ എങ്ങനെയാണ് നോക്കി കാണുന്നു എന്നുള്ള മെൻറ്റാലിറ്റി അതാദ്യം മാറ്റി നിർത്തണം. മറ്റൊന്ന്, തൻ്റെ ഭാര്യനെയും തൻ്റെ ഉമ്മാനെയും പറഞ്ഞപ്പോൾ തനിക്ക് അങ്ങോട്ട് പൊള്ളി. അത് വീഡിയോ ചെയ്യുന്ന മറ്റുള്ള ബ്ലോഗർമാരെ ഭാര്യനെ നിങ്ങൾക്ക് പറയാം, ഉമ്മാനെ നിങ്ങൾക്ക് പറയാം. എന്ത് അവരെ ഭാര്യനെ ഉമ്മാനൊക്കെ വിറ്റ് കാശുണ്ടാക്കുന്നു, പ്രദർശിപ്പിച്ച് കാശുണ്ടാക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് പറയുന്ന കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഭാര്യക്കും നിങ്ങളുടെ ഉമ്മാക്കും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് പൊള്ളി. പിന്നെ സ്വതക്ക കൊടുക്കുന്നത് മറ്റുള്ളവൻ്റെ പച്ചർച്ച് തിന്നിട്ട്, കേട്ടല്ലേ? ഈബത്ത് വ്യഭിചാരത്തെക്കാൾ കുറ്റകരമാണെന്ന് പറയും. ഒരാളെക്കുറിച്ച് ഉള്ളതോ ഇല്ലാത്തതോ ആയ വിഷയത്തെക്കുറിച്ച് അയാളെക്കുറിച്ച് പറയുന്നതാണ് ഈബത്ത്. അങ്ങനെയാണല്ലോ പഠിച്ചിരിക്കുന്നത്. ആ ഈബത്ത് പറഞ്ഞിട്ടുണ്ടാക്കുന്ന പണം സ്വതക്ക കൊടുക്കുന്നതുകൊണ്ട് എന്തുണ്ട് ഗുണം? അത് തെറ്റാണ്. അത് കഴിക്കുന്നവർ പോലും തെറ്റാണ്. പിന്നെ അറിയാതെ കഴിക്കുന്നതുകൊണ്ട് അതിൻ്റെ തെറ്റ് മറന്നു പോകും. എന്നിരുന്നാൽ പോലും താങ്കൾ ചെയ്യുന്നത് വളരെ വലിയ തെറ്റല്ലേ? അപ്പം നാട്ടുകാരും ഉമ്മാനെ പറയാം, നാട്ടുകാരെ ഭാര്യനെ പറയാം, നാട്ടുകാരെ മക്കളെയും പറയാം. സ്വന്തമായിട്ട് കൊണ്ടു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് പൊള്ളി. ഐസ് വെക്കേണ്ട സമയം എന്ന് തോന്നുന്നു അവിടെയൊക്കെ പൊള്ളിയ സ്ഥലങ്ങളിലെ. ഇനിയുണ്ട് രണ്ടാമത്തത്. ആദ്യത്തെ കാര്യമാണ് പറഞ്ഞെങ്കിൽ തൻ്റെ ഉമ്മാനും അപ്പനെയൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ തൻ്റെ ഉമ്മാനും ഭാര്യനൊക്കെ പറയുന്നു. 5 നേരം അള്ളാഹു പോലും കാട്ടാതെ നിസ്കരിക്കുന്ന ആ ഭാര്യക്കും ആ ഉമ്മാക്കും സ്വന്തം മകനോ സ്വന്തം ഭർത്താവോ ചെയ്യുന്ന തെറ്റുകൾ, അന്യോൻ്റെ വീട്ടിൽ അന്യവൻ്റെ ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ മോശമായി സംസാരിക്കുന്നത് തൻ്റെ ഭർത്താവിൻ്റെ വായടത്ത് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ 5 നേരം പടച്ചോനോട് തൻ്റെ ഭാര്യ തൻ്റെ ഉമ്മൊക്കെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മകൻ്റെ തെറ്റുകൾ പുറത്തു കൊടുക്കണേ, മകൻ്റെ നാക്കിന് ലൈസൻസ് കൊടുക്കണേ എന്നായിരിക്കുള്ളൂ. എൻ്റെ അറിവിൽ അങ്ങനെയാണ് തോന്നുന്നത്. ഇനി അടുത്തത് കേൾക്ക്. 2, നീ ഇതൊക്കെ പറഞ്ഞല്ലോ ഗർഭത്തിൻ്റെ കാര്യം. മോനെ ഞാൻ അടക്കം ഗർഭം, പിന്നെ എൻ്റെ ഉമ്മ ഗർഭം ധരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ആ ഗർഭം ഇങ്ങനെ പിടിച്ചിട്ട് ബത്തക്ക രൂപത്തിലാക്കിക്കൊണ്ട് ഭർത്താവ് ചുംബനം കൊടുക്കുന്ന, വയറ്റിലേക്ക് കുത്തിയിരുന്ന് ചുംബനം കൊടുക്കൂ. അത് പബ്ലിക്കിന് കാണിച്ചു കൊടുക്കലാണോ കേരളത്തിൻ്റെ സംസ്കാരം? അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് ആ സ്റ്റിപ്പ് ഇതെൻ്റെ 3-ാം കുളി തെറ്റിയിരിക്കുന്നതെന്ന് പബ്ലിക്കിനോട് കോടിക്കണക്കിന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കലാണോ കേരളത്തിൻ്റെ സംസ്കാരം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സംസ്കാരം? ഇതിനെതിരെയാണ് ഞാൻ സംസാരിച്ചത്. അത് നിങ്ങൾ ഉൾക്കൊള്ളണം. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. കാരണം എന്താ അറിയോ? നിങ്ങളുടെ വരുമാന മാർഗം അല്ലെങ്കിൽ ജീവിത മാർഗ്ഗമാണ് യൂട്യൂബ്. എൻ്റെ അതല്ല, ഇന്ന് പൂട്ടിപ്പോയാൽ പോട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു പടച്ചവനോട് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ യൂട്യൂബ് പിന്നെ കാശ് കൊടുക്കൽ നിർത്തിക്കഴിഞ്ഞാൽ ഇവൻ്റെ ഒന്ന് ഈ കോമാളിത്തരം അല്ലെങ്കിൽ ഇവൻ്റെ ഒന്ന് പൊടി പരിസരത്തുണ്ടാവില്ലാന്ന്. വരുമാനത്തിന് വേണ്ടിയിട്ടല്ലേ? അപ്പോൾ എനിവേ അൻഷിഫ് പറഞ്ഞതൊക്കെ എന്താ പറയുക. പിന്നെ എന്നെ പറഞ്ഞത് ബ്ലാക്ക് ഷീറ്റ്. ആ കറുത്തതിൻ്റെ പേരിൽ എനിക്ക് മനസ്സിനൊരു പ്രശ്നമില്ല. എൻ്റെ കുടുംബക്കാർക്കോ എൻ്റെ നാട്ടുകാർക്കോ കുറേ കൊല്ലയിലേ ജീവിക്കുന്നേ. അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. നീ ചെയ്ത 2 കാര്യം. ഒന്ന്, എൻ്റെ ഉമ്മാനെ കൊണ്ട് പറഞ്ഞത്. നീ ചെയ്യുന്നത്, നീ എൻ്റെ ഉമ്മാനെ കൂട്ടി വീഡിയോ ചെയ്യുന്നുണ്ട്, പബ്ലിക് അത് കാണുന്നുണ്ട്, അത് തെളിവോട് കൂടി പബ്ലിക്കിൻ്റെ മുന്നിലുണ്ട്. നിൻ്റെ ഭാര്യനെ ഇന്നലെ നീ ചെയ്ത വീഡിയോയിൽ 1 മണിക്കൂറത്തെ വീഡിയോയിൽ ഒരു റോളും ഇല്ലാത്ത നിൻ്റെ ഭാര്യനെ നീ അടുത്ത് പിടിച്ച് ഇരുത്തിയതെന്തെന്നാ നിനക്കറിയാം? യാഥാർത്ഥ്യം എന്നാ നിനക്കറിയാം? അതായത് നിൻ്റെ ഭാര്യ ഇല്ലെങ്കിൽ ആ 1 മണിക്കൂർ പബ്ലിക് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾ പൂർത്തിയാക്കി കാണൂല, സ്കിപ്പ് ചെയ്ത് അങ്ങ് പോകും. ഇവനെന്തെങ്കിലും അവിടെ നിന്ന് ചിലക്കട്ടെ, അഞ്ച് പൂഞ്ചിക്ക് എന്ത് ചലിച്ചിട്ട് അവനെ കണ്ടിരിക്കാൻ ഭ്രാന്താ? ആൾക്കാരെന്താ അത് നിൻ്റെ ഭാര്യ കൂടെ വേണം. അതിൻ്റെ ലോജിക്ക് എനിക്കറിയാം. അതുകൊണ്ട് നീ എന്താക്കി ഭാര്യനെ പിടിച്ച് ഉറങ്ങി തൂങ്ങുന്ന ആ പെങ്ങളെ കുട്ടീനെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് വിടാതെ പിടിച്ചിരുത്തി. എന്താ കാരണം? മാത്രമല്ല, ഇത് നീ നോർമൽ ബുദ്ധിയോട് കൂടി പറഞ്ഞതല്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതായത് നീ എന്തോ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ സംശയം. കാരണം അല്ലാണ്ട് ഒന്നും അറിയാത്ത ഏതോ ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട്, എൻ്റെ ഭാര്യ നസീർ ഭാരതെന്ന് പറയുന്ന എൻ്റെ ഭാര്യയെ കുറിച്ചിട്ട് ഇങ്ങനൊരു ആക്ഷേപം നടത്തണമെങ്കിൽ നീ എൻ്റെ സ്വയബുദ്ധിയിൽ അത് ചെയ്യൂല എന്നുള്ള കാര്യത്തിൽ തർക്കൂല. കാരണം എന്തോ നീ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് കാലം തെളിയിക്കും. അത് മനസ്സിലാവും. നീ പുലർച്ചേക്കാൻ പറ്റിയ ഏതോ ഒരു സമയം ചെയ്ത വീഡിയോ ആണത്. ആ വീഡിയോയിൽ എൻ്റെ ഭാര്യ എന്ന് പറയുന്ന കുഞ്ഞുമോള പിന്നെ ആ പെങ്ങള് ഉറങ്ങി തൂങ്ങുമ്പോൾ നീ പവറിൽ നിൽക്കുന്നുണ്ട്, പവർ റേഷ്യയിൽ നീ നിൽക്കുന്നുണ്ട്.
ആ നിൽക്കുന്നതിന് കാരണം കണ്ടെത്തുക തന്നെ ചെയ്യും അൻഷിഫ് ഇൻഷാ അല്ലാ. നീ അതുപോലെ തന്നെ അള്ളാഹു തരും. നീ ഒരു സ്വാലിഹത്തായ ഒരു പാവം കുടുംബത്തിന്, എൻ്റെ ഭാര്യ അല്ലേ, അതുപോലെ തന്നെ എൻ്റെ ഉമ്മ, അതിന് നീ അള്ളാഹുവിനോട് മറുപടി പറയും മരിക്കുന്നതിന് മുമ്പ്, നിന്റെ മരണത്തിന് മുമ്പ്. വിദൂരമല്ല, അതിനുള്ള മറുപടി നിന്റെ ചാനലിൽ നീ തന്നെ പറയും, അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ അള്ളാഹു ഈ സമൂഹത്തിന് സത്യം ബോധിപ്പിക്കുക തന്നെ ചെയ്യും. നീ പറഞ്ഞല്ലേ, തെളിവുണ്ടാകണം എൻ്റെ അടുത്ത്. നീ പറഞ്ഞ പിന്നെ നീ വീഡിയോ കോളിൻ്റെ കേസ് പറഞ്ഞു, അത് നീ തെളിയിക്കണം. ഞാൻ ഓക്കെ പറയുന്നു, നീ വീഡിയോ കോൾ നീ എന്താ പബ്ലിഷ് ചെയ്യും, നിന്റെ ചാനലിൽ നീ പബ്ലിഷ് ചെയ്യും. എടാ ഒരു എൻ്റെ റീച്ച് കുറഞ്ഞതിൻ്റെ പേരിൽ ഡിപ്രഷൻ അടിച്ചിട്ട് എന്തെങ്കിലും വിളിച്ച് പറയുമ്പോൾ കുറച്ചൊക്കെ എന്താ പറയുക കോമൺ സെൻസ് നീ യൂസ് ചെയ്യണോ? എന്തെങ്കിലും നീ വലിയൊരു യൂട്യൂബറാണ്, നീ 2 ലക്ഷം ആൾ മറ്റേ ഫോളോവേഴ്സുള്ള യൂട്യൂബറാണ്. അപ്പോൾ നീ എന്താ എന്തെങ്കിലും വിളിച്ച് പറയുമ്പോൾ നമുക്ക് തുമ്മിയാതിരിക്കുന്ന തൊപ്പി അത് പോട്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഇതിൽ ജീവിക്കുന്നതാണല്ലോ. തമ്പുരാനെ പ്രാക്കോട് പ്രാക്ക് ഇങ്ങനെ തുങ്ങിയാത്തുറിക്കുന്ന മൂക്കാണ്. തൻ്റെ അഭിപ്രായങ്ങൾ പറയേണ്ടൊക്കെ ചാനലാണ്, ഇത് പോയ പോട്ടെ പുല്ലാണ്, കാശ് വേണ്ട പണം വേണ്ട എന്നുണ്ടെങ്കിൽ പിന്നെ മോണിറ്റേഷൻ ഓണാക്കി വരുന്നത്. ഇങ്ങനെ നാട്ടുകാരെ വിറ്റുണ്ടാക്കുന്ന കാശ്, നാട്ടുകാരൻ ചോരയും ഇറച്ചിയൊക്കെ തിന്ന് പച്ചക്ക് തിന്നുണ്ടാക്കുന്ന പണം തനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ആ മോണിറ്റേഷൻ ഓണാക്കേണ്ട തൻ്റെ അഭിപ്രായങ്ങൾ പറയണമായിരുന്നു. അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഈ കേരളത്തിൻ്റെ അഭിമാനത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത് തന്നോട് ചോദിക്കാൻ ഒന്നേ ഒന്നുള്ളൂ. ഒരു ആണിൻ്റെ കൂടെ ഒരു പെണ്ണ് ഇരുന്നിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലുള്ള മലയാളികൾ അല്ലെങ്കിൽ പ്രേക്ഷകർ ഈ വീഡിയോ കാണുന്നവരൊക്കെ വേറൊരു മെൻറ്റാലിറ്റി, വേറൊരു കണ്ണുകൊണ്ടാണ് ആ പെണ്ണിനെ കാണുന്നു എന്നത് എന്ത് അടിസ്ഥാനത്തിൻ്റെ പേരിലാണ് താൻ പറയുന്നത്? താൻ എങ്ങനെയാണോ കാണുന്നത്? ഒരു പെണ്ണും ഒരാണും ഇരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ താൻ ആ പെണ്ണിനെ കാണുന്നത് ആ മോശമായ കണ്ണുകൊണ്ടാണോ? ഇനി ഒരു പെണ്ണും ഒരാണും ഇരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ ആ മോശമായ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി മാത്രമാണോ താൻ ആ വീഡിയോ കാണുന്നത്? കാരണം ഇപ്പോൾ തനിക്കെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്ത ചാനലിൽ തൻ്റെ ആ വ്യക്തിയുടെ അടുത്ത ആളുടെ ഭാര്യ ഇരുന്നപ്പോൾ, അല്ലെങ്കിൽ ആ ഭാര്യനെ ഇരുത്തിയത് ആൾക്കാർ ആ പെണ്ണിനെ കാണാൻ വേണ്ടി അവിടെ ചാനൽ കാണും അല്ലെങ്കിൽ ആ വീഡിയോ കാണും എന്ന ഉദ്ദേശത്തോട് വേണ്ടിയാണ് എന്നാണ് താൻ പറഞ്ഞു വെക്കുന്നത്. അപ്പം ഈ മലയാളികൾ അല്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ താൻ പറയുന്നത് താൻ്റെ മെൻറ്റാലിറ്റിയിൽ കേരളത്തിലുള്ളവർ, ഈ മലയാളികൾ, മതത്തിൽ വിശ്വസിക്കുന്നവർ, മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ താൻ അങ്ങനെയാണല്ലോ പറഞ്ഞേക്കാൻ. ഈ പറയുന്ന ഫാമിലി വ്ളോഗറിൻ്റെ ചാനലൊക്കെ കാണുന്ന മുസ്ലിംസാണ്. അപ്പോൾ ഈ മുസ്ലിം മതത്തിൽപ്പെട്ടവരൊക്കെ ഒരു സ്ത്രീയെ ഒരു സോഷ്യൽ മീഡിയത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആ സ്ത്രീയെ മോശമായ കണ്ണുകൊണ്ടാണ് ആ സ്ത്രീയെ കാണുന്നു എന്നാണ് താൻ പറഞ്ഞു വെക്കുന്നത്. താൻ എങ്ങനെയാണോ കാണുന്നത്? ഇനി 5 നേരം നിസ്കരിക്കുന്ന കലാകാക്കാതെ നിസ്കരിക്കുന്ന ഭാര്യനെ ഉമ്മാനെ കുറിച്ചൊക്കെ താൻ പറയുന്നുണ്ട്. താൻ നിസ്കരിക്കേണ്ട, താൻ നിസ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സത്യം പറഞ്ഞാൽ ഈ നാട്ടുകാരെ പച്ചർച്ചയിൽ നിന്ന് നാട്ടുകാരും ഉമ്മാനും നാട്ടുകാരും ഭാര്യമാരൊക്കെ പറയുന്ന താൻ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? താൻ നിസ്കരിച്ചിട്ടോ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിലുള്ളത് നിസ്കരിച്ചിട്ടോ അതുകൊണ്ട് എന്തുകൊണ്ടുണ്ടാണ്? തൻ്റെ കുടുംബത്തിലുള്ളവർ തന്നെ പറഞ്ഞ് തിരുത്തണമായിരുന്നു. 5 നേരം നിസ്കരിക്കുന്നവരാണ്, പടച്ചോനെ വിളിക്കുന്ന ഫാമിലി ആണെങ്കിൽ ഇക്ക അല്ലെങ്കിൽ മകനെ അങ്ങനെ ചെയ്യല്ലേ, നീ എന്തിനാ കണ്ടവൻ്റെ കുടുംബത്തിൽ കയറി കളിക്കുന്നത്, എന്തിനാ കണ്ടവൻ്റെ ഉമ്മാനെ കണ്ടവൻ്റെ ഭാര്യനെ കുറിച്ച് പറയുന്നത്, താൻ എന്തിനാ കണ്ടവൻ്റെ ഭാര്യനെ കാണാൻ നിൽക്കുന്നത് എന്നൊക്കെ ആ ഭാര്യ ചോദിക്കണമായിരുന്നു. അന്യപുരുഷനെ കാണുന്നത് മാത്രമല്ല അന്യ സ്ത്രീകളെ കാണുന്നതും തെറ്റാണ്. അതെന്താണ് താങ്കൾ മനസ്സിലാക്കാതെ? താങ്കൾ എല്ലാ വീഡിയോൻ്റെ തമ്മിലായിട്ട് കണ്ട പെണ്ണുങ്ങളുടെ ഫോട്ടോ ഇട്ടേക്കണ്ടല്ല, അന്യ സ്ത്രീകളെ കാണാൻ പാടില്ലെന്നില്ലേ? അതെന്താണ്? ഓ താൻ ആണാണല്ലോ, ആണുങ്ങൾക്ക് എന്തും ചെയ്യാം, സ്ത്രീകൾക്ക് ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. അതാണ് താങ്കളുടെ അഭിപ്രായം. മുസ്ലിം മതത്തിൽ, ഇസ്ലാം മതത്തിൽ സ്ത്രീകൾ മുന്നോട്ട് വരരുത്, സ്ത്രീകൾ എപ്പോഴും കഥകിന് പിന്നിലാണ് എന്ന് പറഞ്ഞു വെക്കുകയാണെങ്കിൽ, എന്നാണ് താൻ ഈ സമൂഹത്തിലേക്ക് ഒരു മതത്തെക്കുറിച്ചുള്ള മെസ്സേജ് കൊടുക്കുന്നതെങ്കിൽ അത് വ്യക്തമായിട്ട് പറയണം, അതൊന്ന് വ്യക്തമാക്കണം. ഇസ്ലാം മതത്തിൽ, മുസ്ലിം മതത്തിൽ സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്താണ് എന്ന് കൂടി പറയണം. പലയിടത്തും ഞാൻ പല രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്, എനിക്കറിവ് കുറവുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീകളെക്കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീകളുടെ അധികാരത്തെക്കുറിച്ച്, സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് എന്താണ് മതത്തിൽ പറഞ്ഞിരിക്കുന്നത്? സ്ത്രീകൾ എപ്പോഴും അടുക്കളയിൽ കിടക്കണം, ഭർത്താവിൻ്റെ കാൽ കീഴിൽ കിടക്കണം എന്നാണോ മതത്തിൽ പറഞ്ഞിരിക്കുന്നത്? അതൊന്നറിയണം. ഇനി ബാക്കി കൂടി അതുകൂടി കേട്ടു. അതിനുള്ള മനസ്സ് നീ ചിന്തിക്കുക. നീ പറഞ്ഞത് കടന്നുപോയി. നമ്മളൊക്കെ റിയാക്ട് ചെയ്യുന്നത് പബ്ലിക് കാണുന്ന ഒരു സത്യത്തെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് നീ എൻ്റെ ഭാര്യ, ഉമ്മ, പെങ്ങന്മാർ, ആൾക്കാർ, നീയല്ല, നിന്നോടൊപ്പം ആൾക്കാർ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് അല്ലേ, പണിക്കാട് കുഞ്ഞാനായാലും അല്ലെങ്കിൽ നൗഫലായാലും TT ഫാമിലി എന്ന് പറയുന്ന ടീം, ഇപ്പോൾ ഷക്കീറിൻ്റെ ടീം, ഷൈദിയ ഷക്കീർ, ഇവരൊക്കെ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന എന്ത് അതിനെതിരെയാണ്. അവരെല്ലാ വീഡിയോക്കും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ കണ്ടന്റ് ഇല്ലാതെ കാട്ടിക്കൂട്ടുന്ന പ്രവണത, അതുപോലെ തന്നെ ഗർഭവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കുളി തെറ്റിയത് മുതൽ പബ്ലിക്കിന് കുളി തെറ്റിയായിട്ട് പറയൂ. അതോടൊപ്പം പിന്നെ 1-ാം മാസം, 2-ാം മാസം, 10-ാം മാസം പ്രസവം, നാപ്പ്, കുളി, മുടി കളിയൽ, ഇതൊക്കെ നിങ്ങൾ ആർഭാടാക്കി പാവപ്പെട്ടവന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്ന് ഇപ്പോൾ എന്താ പറയുക, ഒരു എൻഗേജ്മെന്റ്, ഒരു ആണും പെണ്ണും കല്യാണം കഴിക്കുമ്പോൾ സാധാരണക്കാരൻ ഒരു എൻഗേജ്മെന്റ് കഴിക്കണമെങ്കിൽ കല്യാണത്തിന്റെ കാശ് സമ്പാദിക്കണം, കല്യാണം കഴിക്കാൻ അതിന്റെ ഡബിൾ സമ്പാദിക്കണം. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ ആർഭാടത്തെ കൊണ്ടുവന്ന്, കാരണം നിങ്ങൾക്ക് വെറുതെ കിട്ടുന്ന, നിങ്ങൾക്ക് വേദന ഉണ്ടാവില്ല.
സാധാരണക്കാർ കൂലിപ്പണി എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു 30,000 40,000 പ്രവാസ ജീവിതത്തിൽ നിന്ന് മിച്ചം ഉണ്ടാക്കുന്നതാ. അതിലൂടെ അവന് ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ കയറുകയാണ്, ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ആർഭാട് ഇങ്ങനെ കാണിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് വേദന ഉണ്ടാവില്ല, നിങ്ങൾക്ക് വെറുതെ കിട്ടുന്ന പൈസയാണ് അല്ലേ. ഉമ്മ പെങ്ങന്മാർ ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിച്ച് വെറുതെ കിട്ടുന്ന കാശാണ്. മറ്റുള്ള സാധാരണക്കാർ അങ്ങനെയല്ല, അവർക്ക് ജീവിക്കാനുള്ള അവസ്ഥയില്ല. കാരണം അഥവാ ഭാര്യ കല്യാണം അങ്ങനെ നടത്തിയിട്ടില്ലെങ്കിൽ, ഈ ഇപ്പം നടക്കുന്ന അത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം കാണുന്ന ഈ ആർഭാടം നമ്മൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ 84 ബസ് കിട്ടാത്ത ആൾ, ഒന്നിനും കൊള്ളാത്തോനി ഭർത്താവിനോട് പറയും കണ്ടു പഠിക്കുക, അവരെ കണ്ടു പഠിക്കുക. എന്ത് കണ്ടു പഠിക്കാൻ? മാനമില്ലാണ്ട് അന്തസ്സില്ലാണ്ട് എങ്ങനെ പൈസ ഉണ്ടാക്കി ജീവിച്ചിട്ടെന്നാ വേണ്ടേ? അപ്പോൾ നീ പറഞ്ഞ വാക്കുകൾ വളരെ മോശമാണ്, നീ തന്നെ തിരുത്തുക. ഏത് കാര്യം? ബ്ലാക്ക് ഷിറ്റ് ഓക്കെ, ബ്ലാക്ക് ഓക്കെ. പിന്നെ ഷിറ്റ് ഇത് സുരേഷ് ഗോപിൻ്റെ ഷിറ്റാണോ? എനിക്ക് തെറ്റി. ക്ലോസറ്റ് ഷിറ്റ് ആരാണെന്ന് സമൂഹത്തിനറിയാം, എന്നെയും നിന്നെയും കാണുന്ന ആൾക്കറിയാം, പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇത് സുരേഷ് ഗോപിൻ്റെ ഷിറ്റാ, നസീർ വാരടിക്കുന്ന ഷിറ്റ് സുരേഷ് ഗോപിൻ്റെ ഷിറ്റാ. യാണത്തും തൻ്റെ മേലിൽ നിന്ന് പൊട്ടി പോകുന്നതല്ല, ഒന്നിക്ക് പാരമ്പര്യത്തിലൂടെ കിട്ടണോ, ക്ഷത്രിയ രക്തമായി മാറണോ ശരീരത്തിൽ, അത് ശക്തിയെ കിട്ടില്ല, പാരമ്പര്യ വെറുതെ കിട്ടൂല. മനുഷ്യനെ നീ ചെയ്ത പ്രവൃത്തി വളരെ മോശമാണ്. നീ പറഞ്ഞത് തെളിവ് നീ പബ്ലിക്കിന് കാണിച്ചു കൊടുക്കണം. അതായത് എൻ്റെ ഭാര്യയെക്കുറിച്ച്, എൻ്റെ ഉമ്മയെക്കുറിച്ച്, അതുപോലെ തന്നെ നീ പറഞ്ഞ വാക്കുകൾ അവരെ പ്രാക്കിൻക്ക് കിട്ടാതെ 5 വക്ത് മുടങ്ങാതെ കളാതെ നിസ്കരിക്കുന്ന അവരാണ്. അവരെ കണ്ണെന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നിട്ടുണ്ടെങ്കിൽ, കാരണം വിഷമമുണ്ടാവും. ഇത് കേൾക്കാം, നമ്മൾ മനുഷ്യന്മാരൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ അവരാണെന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അന്തസ്സുള്ളാക്ക് വിഷമമുണ്ടാവും, അഭിമാനമുള്ളാക്ക് വിഷമമുണ്ടാവും, നാണോ മാനുള്ളാക്ക് വിഷമമുണ്ടാവും. മനസ്സിലായ? ഇതിൻ്റെ പേരിൽ പിന്നെ എന്താ പറയുക, ഈ വീഡിയോ നിർത്തണം എന്ന് വരെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. എനിക്ക് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന നിർത്തണം എന്ന് വരെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിന്നെക്കുറിച്ച് ഓർത്തപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ നിർത്തി കഴിഞ്ഞാൽ ഇത് വേറെ പറയാൻ ആളില്ല. ഇപ്പോൾ നസീർ വാരം എന്നുള്ള ഈ ചാനലിലൂടെ മാത്രമാണ് ഇങ്ങനെയുള്ള പേക്കൂത്തുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു ചാനൽ വേറെ ഇല്ല. അപ്പോൾ അത് എന്നാൽ ഇവൻ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ചിന്തിക്കുകയാണ്, എൻ്റെ ഉമ്മ ഒന്നും ആവില്ല, എൻ്റെ ഭാര്യ ഒന്നും ആവില്ല. നമുക്കറിയാലോ, നമ്മുടെ നാടിനറിയാലോ, നമ്മുടെ സമൂഹത്തിനറിയാം, നമ്മുടെ ചുറ്റുപാടുകളറിയാം ഞാൻ ആരാണ്, എൻ്റെ ഭാര്യ ആരാണ്, എൻ്റെ ഉമ്മ ആരാണെന്ന്. നീ പറഞ്ഞുകൊണ്ട് നഷ്ടപ്പെടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ ചിന്തിച്ചു, എന്തെന്നേ വേണ്ട, ഇവൻ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളിത് ഇട്ട് പോയി കഴിഞ്ഞാൽ ഇനി വരുന്ന ഇയാൾ പറഞ്ഞ എനിക്ക് ഏറ്റവും വലിയ കോമഡിയായി തോന്നുന്നത്, നാട്ടുകാർക്കും ആ നാട്ടിലുള്ള കൂട്ടുകാർക്കും ഒക്കെ അറിയാം ഇയാളുടെ ഭാര്യ ആരാണ്, ഉമ്മ ആരാണെന്ന് നോക്കാം. ഇയാളെന്നെ പറഞ്ഞേക്കണാണ്, അല്ല ഞാൻ പറഞ്ഞതല്ല. എൻ്റെ നാട്ടുകാർക്ക് അറിയാം, ആ നാട്ടിലുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ ആരാണ്, എൻ്റെ ഭാര്യ ആരാണ്, എൻ്റെ ഉമ്മ ആരാണെന്നുള്ളത്. ഇത് മറ്റേ തൊമ്മനി മക്കളെയും പറയില്ലേ, എൻ്റെ അമ്മ ഗുണ്ടിയായിരുന്നു, എൻ്റെ ഭാര്യ പോലെ എൻ്റെ നാട്ടിൽ വലിയൊരു ഗുണ്ടിയായിരുന്നു എന്ന് പറയുന്ന ഒരു കോമഡി ഉണ്ടല്ലോ. അതേപോലെ എനിക്ക് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. മറ്റൊന്ന് ഇപ്പം താൻ പറയേണ്ടല്ല, അവരൊക്കെ അവരെ ഭാര്യനെ ഉമ്മാനൊക്കെ പ്രദർശിപ്പിച്ചിട്ട് കാശുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പറയുന്ന തൻ്റെ ഭാര്യ ഈ ലോഡ്ജിൽ പോയി എന്നുള്ളതും തൻ്റെ ഉമ്മാനെ കുറിച്ചൊക്കെ പറഞ്ഞത്. എന്താ അത് കേട്ടപ്പോൾ തനിക്ക് പൊള്ളിയ? താൻ ഭാര്യനെ ഉമ്മാനൊക്കെ വിറ്റ് കാശുണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് പൊള്ളിയിട്ടുണ്ടെങ്കിൽ അതേ പൊള്ളിച്ച തന്നെയല്ലേ താൻ അവരെ പ്രദർശിപ്പിച്ചിട്ട് മറ്റുള്ള ഈ പറയുന്ന ഫാമിലി വ്ലോഗ് ചെയ്യുന്നവർ കാശുണ്ടാക്കും എന്ന് പറയുമ്പോൾ അവർക്കും. പിന്നെ പ്രാക്ക്, പിന്നെ ഫുൾ ടൈം പറയുന്ന 5 റക്അത്ത് നിസ്കാരം എല്ലാവരും ചെയ്യുന്നുണ്ടോ? എല്ലാവരും നിസ്കരിക്കണം 5 നേരം നിസ്കാരം. ഞാനും നിസ്കരിക്കുന്നുണ്ട് 5 നേരം നിസ്കാരം. ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ അർദ്ധരാത്രിയിലുള്ള നിസ്കാരത്തെ കുറിച്ച് പറയാൻ കേട്ടല്ലേ. അർദ്ധരാത്രി ഒരു ഉറക്കം കഴിഞ്ഞിട്ട് എണീച്ചിട്ടുള്ള ഒരു സുന്നത്ത് നിസ്കാരം ഞാൻ അതുവരെ നിസ്കരിക്കാറുണ്ട്. ഞാൻ തെറ്റ് ചെയ്യാത്തൊരു തന്നെ ഒന്നല്ല, ഞാൻ 9 തെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ പറയുന്ന വീഡിയോസ് അടക്കം ഞാൻ തന്നെ കുറിച്ച് കുറ്റം പറയുന്നത്, തൻ്റെ പച്ചർച്ച തിന്നെയാണ്, തൻ്റെ ചോരയും ഇതും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. തനിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെക്കാൾ കുറവാണ് ഞാൻ ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ. നമ്മളെന്തായാലും നരകത്തിൽ പോകും. എന്നിരുന്നാൽ പോലും തന്നെക്കാൾ 2-3 അടി മുകളിലായിരിക്കുള്ളൂ ഞാൻ, എന്നെക്കാളും താഴെയായിരിക്കുള്ളൂ താൻ കണ്ട പെണ്ണുങ്ങളെ കണ്ട ഉമ്മമാരൊക്കെ തോന്നിവാസം വിളിച്ച് പറയാനുണ്ട്. പിന്നെ ഈ പറയുന്ന മറ്റൊന്ന് ഏത് ഇതുപോലുള്ള ആഡംബരമൊക്കെ കാണിക്കുമ്പോൾ ഇല്ലാത്തവൻ്റെ വേദനയെക്കുറിച്ചാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തൻ്റെ മക്കൾക്ക് ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് മേടിച്ച് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടുണ്ട്. തൻ്റെ ആർഭാടത്തെക്കുറിച്ചൊക്കെ താൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുണ്ടല്ല, താൻ ടൂർ പോകുന്നതിനെ കുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുണ്ടല്ല. അപ്പോൾ ഈ അനാഥരായ കുട്ടികൾ താൻ തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് താൻ വീഡിയോസ് ആയിട്ടും ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടുണ്ടല്ല. അനാഥരായ കുട്ടികളുടെ മുന്നിൽ വെച്ച് സ്വന്തം കുട്ടിയെ പോലും ലാളിക്കരുതെന്ന് പറഞ്ഞ നബിയുടെ വചനങ്ങളെ താൻ തെറ്റിക്കല്ലേ? താൻ അങ്ങനെ ഇടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് താനിങ്ങനെ മക്കളെ സ്നേഹിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു? താൻ മക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന പ്രൊഫൈൽ പിക്ചർ ഉണ്ടല്ല, അതിടാൻ പാടില്ല. ഉമ്മയും വാപ്പയും മരിച്ചു പോയ എത്ര മക്കൾ അത് കണ്ടിട്ടുണ്ടാവും, എത്ര മക്കൾ കാണുന്നുണ്ടാവും. താൻ അങ്ങനെ ഇടാൻ പാടില്ല. അപ്പം തനിക്കെന്തോ മറ്റുള്ളവരും ചെയ്യരുത്. തൻ്റെ ആർഭാടം താൻ കാറും നടത്തുന്നുണ്ട്, താൻ ഈ പറയുന്ന പോലെ തന്നെ പല കാര്യങ്ങളും തന്നെയുണ്ട്, ടൂറും കാര്യങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ. അതൊക്കെ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കില്ല. ഇവർ കാണിക്കുന്ന ആർഭാടം മാത്രം. പിന്നെ ആരും വെറുതെ ഉണ്ടാക്കുന്നല്ല. ഇവരെ ഓരോ ലൈഫിൽ ഇവരെ ജീവിതം കാണിച്ചിട്ട് ഇവർ കാശുണ്ടാക്കുന്നു. താൻ മറ്റുള്ളവരെ ജീവിതം കാണിക്കുന്നതിനെ കുറ്റം പറഞ്ഞിട്ട് കാശുണ്ടാക്കുന്നു. എന്നിട്ട് പറയുന്നത് എനിക്ക് കിട്ടുന്നതൊക്കെ ഞാൻ ചാരിറ്റിയാണ് ചെയ്യുന്നത്. മറ്റുള്ള സ്വയം അധ്വാനിച്ചിട്ടുണ്ടാക്കുന്ന കാശ് കൊണ്ട് ചാരിറ്റി. പിന്നെ ഇനി റിയാക്ഷൻ വീഡിയോസിനെ കുറിച്ച് പറയുന്നുണ്ട്.
ഇയാൾ പറയുന്ന പോലെ മറ്റുള്ളവരെ റിയാക്ട് ചെയ്യാം, അത് മറ്റുള്ളവർ കേൾക്കണം. തിരിച്ച് റിയാക്ഷൻ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇയാൾ പറയുന്ന പോലെ റിയാക്ഷൻ ചെയ്യാനാണോ മറ്റുള്ളവർ ഇരിക്കുന്നത്? അതുകൂടി ഒന്ന് കേൾക്കില്ല. ഒടുക്കത്തെ ഇയാളെ വർത്തമാനം. ആരെങ്കിലും ഉടലെടുക്കുമല്ലോ എന്നെ പോലെ 1000 നസീറിന് വരാം. ആ നസീർമാരെ നീ തകർക്കും. ശബ്ദമില്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്തും പറയും. അതുകൊണ്ട് ഇതിനെ ശക്തമായി നേരിടാൻ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണ്. ശബ്ദം നിലനിർത്താൻ കഴിയില്ല. കാരണം ഇത് പെട്ടെന്ന് ക്ലിഷ്ടതല്ല, പെട്ടെന്ന് മുളച്ചു വന്ന ഈമാനല്ല, ഇത് വാർത്തെടുത്ത ഈമാനാടാ. ഇത് വാർത്തെടുത്ത ഈമാനാടാ അൻഷിപ്പേ. ഞാൻ സ്വയം വാർത്തെടുത്ത ഈമാനാ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറ. ഉണ്ടായിരുന്നു, കുരുത്തക്കേടുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി നിന്ന് ഇന്ന് എന്താ പറയുക, നല്ല രീതിയിൽ സമൂഹത്തിൽ അഭിമാനത്തോടെ ജീവിച്ച് മരിക്കണം, ഇസ്സത്തോടെ ഈമാനോട് കൂടി ജീവിച്ച് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അൽഹംദുലില്ലാഹ്. എന്നെ മറ്റുള്ള രീതിയിൽ നീ ചൂണ്ടിക്കാണിച്ച വിമർശനങ്ങൾക്കൊന്നും ഞാൻ പറയൂല കേട്ടോ. നമ്മളും ചെയ്യുന്നതാണ്. റിയാക്ഷൻ എന്ന് പറയുന്നത് നോർമലി കോമൺ ആണ്, പ്രശ്നമില്ല. അത് ഇരു കൂട്ടക്കാരും നമ്മൾ ഉൾക്കൊള്ളണം. റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കണം. പബ്ലിക്കലി വീഡിയോ ചെയ്യുമ്പോൾ അത് പ്രതീക്ഷിക്കണം. അതിന് പറ്റാത്ത ആളല്ലാണ്ട് റിയാക്ഷൻ കേട്ടപാട് പോയി തൂങ്ങി വരിക്കാനോ അല്ലെങ്കിൽ കോമിയിലേക്ക് പോകുന്നു, ഡിപ്രഷനിലേക്ക് പോകുന്നു, അങ്ങനെയുള്ള ആൾ ഈ പരിപാടിക്ക് നിൽക്കരുത്. പബ്ലിക്കലി വീഡിയോ ചെയ്ത് കാശുണ്ടാക്കുന്ന ആ ഒരു പരിപാടി ചിന്തിക്കാൻ പോലും പാടില്ല. കാരണം റിയാക്ഷൻ വരൂ, അതിൻ്റെ ലോജിക്കിൽ കാണുക, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ ഉൾക്കൊള്ളുക, അല്ലാത്തത് മാറ്റി വെക്കുക, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഞാനിത് എടുത്തു പറയുന്നത് നീ എൻ്റെ ഉമ്മാനെ കൊണ്ട്, എൻ്റെ ഭാര്യനെ കൊണ്ട് പറഞ്ഞ ആ പച്ചക്കളവും അല്ലെങ്കിൽ ആക്ഷേപം, അവിടെ എങ്ങനെയാണ് എനിക്ക് അത് പറയാൻ തോന്നിയത്? നീ നോർമലി പറഞ്ഞല്ല, നീ കാര്യമായ കവറേജ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പെട്ടെന്നൊന്നും ശരീരത്തിൽ പോകില്ല. കള്ളു പിടിച്ച ഒരു ദിവസം രാവിലത്തേക്ക് പിന്നെ ചെക്ക് ചെയ്താൽ കിട്ടൂല. പക്ഷെ അല്ലാത്തത് നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ ചെക്ക് ചെയ്താൽ കിട്ടും. ആ ചെക്ക് ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് നിന്നെ പഠിച്ചോനെത്തിക്കും ഇൻഷാ അല്ലാഹ്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കും. അല്ലാണ്ട് വെല്ലുവിളിക്കാനും അടിയും കുഴപ്പം ആരോഗ്യം കൊണ്ട് നേരിടാനൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മൾ അങ്ങനെ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരല്ല. ഒരു കാലം ഉണ്ടായിരുന്നു കുറച്ച് മുമ്പേ, കുഴപ്പവും കൂട്ടലായിട്ട് നടക്കാന്നുള്ളൊരു വെല്ലുവിളി സ്വീകരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പറ്റൂല. കാരണം നമ്മൾ കുടുംബമായി ജീവിക്കുന്നതാണ്, മാന്യമായി ജീവിക്കുന്നതാണ്. സമൂഹത്തിൽ അങ്ങനെ പറ്റൂല. അതുകൊണ്ടാണ് വെല്ലുവിളി ഒഴിവാക്കിയ ഈ 2 വിഷയം നീ നിന്റെ ചാനലിലൂടെ മാറ്റി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാറ്റി പറയാം. അതുപോലെ തന്നെ വീഡിയോ കോൾ നീ പബ്ലിക്കിന് കാട്ടിക്കൊടുക്കണം. നസീറിൻ്റെ വീഡിയോ കോളാന്ന് പറഞ്ഞിട്ട് നീ കാട്ടിക്കൊടുക്കണം. അത് ഞാൻ വെല്ലുവിളിക്കുകയാണ്. നീ കാട്ടിക്കൊടുത്താൽ എനിക്ക് സമ്മതമാണ്. എനിക്ക് വേണ്ടി നീ കാത്തിരിക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രേക്ഷകരോടാണ് പറയുന്നത്, ഞാനെന്ന് നസീർ ഭാരത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട. ഞാൻ പറയുന്ന വിഷയം നിങ്ങൾക്ക് അനുകൂലിക്കാൻ പറ്റാൻ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരിൽ നിന്ന് റീച്ച് ഇല്ലാതായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. ഇവരെന്താ പറയുക, വീടും ഒരു ദാരിദ്ര്യത്തിൽ നിന്ന് വന്ന ഇവർ അല്ലെ, ഒന്നുമില്ലാത്ത ഇതിൽ നിന്ന് വന്ന അഹങ്കാരത്തോടു കൂടി ഇപ്പോൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള എന്താ പറയുക സ്വാലിഹീങ്ങളായ അല്ലെ സ്വലിഹത്തായ പെണ്ണുങ്ങളെ പരസ്യമായി ആക്ഷേപിക്കുകയാണ്. അതിൻ്റെ അഹങ്കാരം ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? യൂട്യൂബിൽ നിന്ന് നമ്മളെപ്പോലുള്ള ആൾക്കാർ കണ്ട് വരുമാനം, അല്ലാണ്ട് കച്ചവടം ചെയ്തിട്ടോ അധ്വാനിച്ചിട്ടുണ്ടാക്കിയതല്ല. ഇവർ ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവനും യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ, അതായത് ഒരു കണ്ടന്റും കൂടാതെ അല്ലേ സ്ത്രീകളെ പ്രദർശിപ്പിച്ച് കാശുണ്ടാക്കിയതാണ് 100%. അതിലൊന്നും ഒരു തെറ്റുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രേക്ഷകരോടാണ് പറയുന്നത്, എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വ്യക്തിപരം ഞാൻ മുസാഫിൻ്റെ പറയാം. സ്വയം പറയുന്നത് സോലിഹ്യങ്ങളാണ് ഞങ്ങൾ അതാണ് ഹാജിയാരാണ് മാങ്ങയാണ് തേങ്ങയാണ് സ്വയം അങ്ങോട്ട് വിളിച്ചു പറയാണ്. ഞാൻ മതത്തിൻ്റെ വലിയ ഗുണാണ്ടറാണ്, എനിക്കെന്തും പറയാം. എൻ്റെ ഭാര്യനൊന്നും പറയുന്നത് എൻ്റെ ഉമ്മാനെയും പറയരുത്. ഞാൻ നാട്ടുകാരുടെ ഭാര്യനെ നാട്ടുകാരും ഉമ്മാനൊക്കെ എന്ത് വേണം വിളിച്ച് പറയാം. എന്നെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. താനാരും പടച്ചോരാ. ഇന്ന് ദൈവങ്ങളെ വരെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരുള്ള കാലത്താണ് താൻ വന്നിട്ട് തന്നെ ചോദ്യം ചെയ്യരുത്. റിയാക്ഷൻ വീഡിയോസ് ചെയ്യാം, പക്ഷെ ഇതുപോലെ ചെയ്യരുത്. താൻ കണ്ടവൻ്റെ ഉമ്മാനും കണ്ടവൻ്റെ ഭാര്യയ്ക്ക് എതിരെ വീഡിയോസ് ചെയ്യാം, റിയാക്ട് ചെയ്യാം. തിരിച്ച് അവർ തൻ്റെ ഭാര്യനെയും തൻ്റെ ഉമ്മാനെ കുറിച്ച് പറയരുത്. ഇത് ഈ പറയുന്ന വ്യക്തി മാത്രമല്ല, ഇതിനു മുമ്പ് ഞാൻ ഷെഫിനാബിയുടെ വീഡിയോയിലും കണ്ടിട്ടുണ്ട് തൻ്റെ ഫാമിലിയെ കുറിച്ച് ഇങ്ങനെ മോശമായ കാര്യങ്ങൾ പറയുന്നത്. ചൊറിയുന്ന സ്ഥലങ്ങളിൽ ചെന്ന് മാങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അതിനേക്കാളേറെ തോർച്ചിൽ തിരിച്ച് കിട്ടും. അതൊക്കെ മേടിക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ടാവണം. മനസ്സിലായില്ലേ? താനും ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. താനും ഈ ചെയ്യുന്ന കാര്യങ്ങൾ തൻ്റെ വ്യൂസ് കൂട്ടാൻ വേണ്ടി തന്നെയാണ്. ഈ പറയുന്ന പോലെ കാശ് കിട്ടിയില്ലായിരുന്നെങ്കിൽ, യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടിയില്ലായിരുന്നെങ്കിൽ താനും ചെയ്യൂലായിരുന്നു. യൂട്യൂബിൽ നിന്ന് തനിക്ക് കാശ് കിട്ടാൻ തുടങ്ങുന്നുണ്ട്. 20,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഉണ്ടാക്കുന്നതല്ല. തനിക്കും കാശ് കിട്ടുന്നുണ്ട്. ആ കാശിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ആരും എടുക്കാത്ത കണ്ടന്റ്, അല്ലെങ്കിൽ താൻ ഇപ്പം ഈ യൂട്യൂബ് ചാനൽ നിർത്തിപ്പോയി ഇങ്ങനെ ഒരാളുണ്ടാവില്ലെന്ന് എന്തിന് മറ്റുള്ളവൻ്റെ കുടുംബം നോക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ ജീവിതം നോക്കിയിട്ട് അതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിനെ മോശമായി ചിത്രീകരിച്ച് വീഡിയോ ചെയ്തിട്ട് കാശുണ്ടാക്കുന്ന ആൾക്കാരൊന്നും ഇല്ലാതിരിക്കലാണ് നല്ലത്. തനിക്ക് നല്ല രീതിയിൽ കണ്ടന്റ് ചെയ്യാം. ഇപ്പം അവർ ചെയ്യുന്ന വല്ല മോശമായ കാര്യങ്ങളുണ്ടെങ്കിൽ തനിക്ക് അതിന് ചോദ്യം ചെയ്യാം. അവർ ചെയ്യുന്ന വല്ല തെറ്റായ കാര്യങ്ങൾ കണ്ടതിന് തനിക്ക് ചോദ്യം ചെയ്യാം. ഇനി മതത്തിൽ പെടാത്ത രീതിയിൽ എന്ന് വെച്ചാൽ ഫാഷൻ ഷോയൊക്കെ കാണിച്ച് നടക്കുന്നത്, അല്ലെ ബൾഗറായിട്ട് കാര്യങ്ങൾ കാണിച്ച് നടക്കുന്നവരാണെങ്കിൽ തനിക്ക് ചോദ്യം ചെയ്യാം. ഇത് അവർ നല്ല രീതിയിൽ തന്നെ വസ്ത്രങ്ങൾ ഇട്ട് തലയൊക്കെ മറിച്ചിട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തൻ്റെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ, തൻ്റെ മക്കളുടെ സ്നേഹം, ഭർത്താവിൻ്റെ സ്നേഹം, ഉമ്മയോടുള്ള സ്നേഹം, ഫാമിലി വിഷയങ്ങൾ, ഇതൊക്കെ ഒരു കണ്ടന്റായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അത് തനിക്ക് എങ്ങനെയാണ് ചൊറിയുന്നത്? അതെന്തിനാണ് ചൊറിയുന്നത്? അതാണ് ചോദ്യം. അത് കൊണ്ട് തനിക്കുണ്ടാകുന്ന നഷ്ടം എന്താണെന്ന് എനിക്കറിയാതെ.
ഇനി ഇങ്ങനെ ചില ആൾക്കാരെ വീഡിയോസ് കണ്ടു പറഞ്ഞാൽ ഇസ്ലാം മതം നശിച്ചു പോകുമെന്നാണോ തൻ്റെ ചിന്ത? അത്ര ഉള്ളോ നമ്മുടെ മതം ഈ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ചില ഒരു 5-6 പേര് അല്ലെ വിരലിൽ എണ്ണാൻ കഴിയുന്ന ചില യൂട്യൂബ് ചാനലുകളിൽ അവർ ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഫാമിലി വ്ളോഗുകൾ കണ്ടിട്ട് മതം നശിച്ചു പോകുന്ന അത്ര വെണ്ണീറായിരിക്കണോ ഇസ്ലാം മതം? താൻ അങ്ങനെയാണോ പറഞ്ഞു വെക്കുന്നത്? തനിക്ക് ആരെ വേണമെങ്കിൽ എന്തും പറയാം, തിരിച്ച് മറ്റുള്ളവർ പറഞ്ഞില്ല. പിന്നെ ഇയാളെ റിയാക്ഷൻ ചെയ്യുന്ന വ്യക്തിയെ പറയുന്ന അയാൾ ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. ഇയാളെന്ന് കൂട്ടിയിട്ട് കത്തിച്ച പോലെയാണ്. കാരണം പല സമയത്ത് പല രീതിയിലാണ് ഇയാൾ സംസാരിക്കുന്നത്. ചിലപ്പോൾ ഡാൻസൊക്കെ കളിച്ചിട്ട് സംസാരിക്കുന്നതാണ്. അത്ര എനർജി തനിക്കുണ്ടല്ലോ. അപ്പോൾ താൻ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? മദ്യത്തിൻ്റെയും ലഹരി മരുന്നിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. എക്സ്പീരിയൻസ് ഇല്ലാണ്ടൊന്നല്ലല്ലോ. കുവൈറ്റിലായിരുന്നു. കുവൈറ്റിൽ കൊറോണ ആയപ്പോൾ നാട്ടിൽ വന്നിട്ട് വേറെ ഒന്നും ജോലി ഇല്ലാത്തതുകൊണ്ടാണെന്ന് നാട്ടുകാരെ കുറ്റം പറഞ്ഞു തുടങ്ങല്. അതിനുശേഷമാണ് സത്യം പറഞ്ഞാൽ ഇയാളുടെ ഈ തോന്നിവാസം കാണിക്കുന്ന വീഡിയോസ് റീൽസ് ഒന്നും ചെയ്യാത്തത്. അതിനു മുമ്പ് കുറേ ലേഡീസിൻ്റെ കൂടെയൊക്കെ റീൽസ് ചെയ്തൊക്കെ അയാളുടെ സോഷ്യൽ മീഡിയ കിടക്കുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ നന്നായിട്ട് വേണം മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ. ഇത് വലിയ മന്ത് ചെളി കുത്തിയിട്ട് ചെറിയ മന്ദന കയറിയിട്ട് മന്ദാന്ന് വിളിക്കുന്ന ഒരു രീതി. പണ്ട് നബിയെക്കുറിച്ച് ഒരു കഥ ഞാൻ കേട്ടിരുന്നു. നബിയുടെ അടുത്ത് ഒരു മോനെയും കൊണ്ട് ചെല്ലുകയാണ് ഒരു ഉമ്മ. മോൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മോൻ മധുരം കൂടുതലായിട്ട് കഴിക്കും, പഞ്ചസാര വെറുതെ വരുത്തിനും. നബി തങ്ങളുടെ അടുത്ത് കണ്ടും നബിയോട് പറയും, നബി തങ്ങളെ എൻ്റെ മകൻ കൂടുതലായിട്ട് മധുരം കഴിക്കുന്നുണ്ട്, അവനോടൊന്ന് നിർത്താൻ പറയണം. പലരും പറഞ്ഞ് എൻ്റെ മകൻ നിർത്തിയില്ല, അങ്ങ് പറഞ്ഞാൽ ചിലപ്പോൾ നിർത്തും. നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ ശരി, നിങ്ങൾ നാളെ വരും, നമുക്ക് നാളെ സംസാരിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, മകനെയും കൊണ്ടുപോയി. അടുത്ത ദിവസം അവർ വന്നു. നബി തങ്ങൾ മകനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മകനെ നീ ഇങ്ങനെ അധികം മധുരം കഴിക്കരുത്, അങ്ങനെ അധികം മധുരം കഴിച്ചാൽ നിനക്ക് വല്ല അസുഖവും കാര്യങ്ങളൊക്കെ വരും, നിൻ്റെ ഉമ്മാക്ക് അത് വിഷമമാകും, ഉമ്മാനെ വിഷമിപ്പിക്കരുത്, മോനധികം മധുരം കഴിക്കരുത്. നബി തങ്ങൾ ഇത്രയും പറഞ്ഞോളൂ. പോകാൻ നേരത്തെ ഉമ്മ ചോദിച്ചു, എല്ലാവരും തങ്ങൾ ഇങ്ങനെ ഉപദേശിക്കാനാണ് ഇന്നലെ ഉപദേശിച്ചുകൂടെയായിരുന്നു, എന്തിനാ ഇന്നൊക്കെ വെച്ചതെന്ന് ചോദിക്കുമ്പോൾ തങ്ങൾ പറയേണ്ടത്, ഇന്നലെ വരെ ഞാൻ മധുരം കഴിച്ചിരുന്നു, ഞാൻ മധുരം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരാളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ് എനിക്ക് ഉപദേശിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഇന്നലെ മുതൽ മധുരം കഴിക്കൽ നിർത്തി, അതുകൊണ്ടാണ് ഞാൻ ഇന്നിവനെ ഉപദേശിച്ചത്. അതേപോലെ താൻ തെറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തനിക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാം, മറ്റുള്ളവരെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം. താൻ മഹാ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, താൻ മറ്റുള്ളവരെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ നിൽക്കരുത്. അത് ഒരു തെണ്ടിത്തരമാണ്. ബൈ.